ഹലോ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രെല്ലി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ട്രെല്ലി ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ, ഒരു സീക്വൻസാണ് ആദ്യം കാണിച്ചത്. ഇത് നമ്മൾ സാധാരണ മണ്ണിൽ തറയിൽ നട്ടേക്കുന്ന പ്ലാന്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡോം ഷേപ്ഡ് ട്രെല്ലിയാണ് ഞാനിന്ന് ചെയ്തേക്കുന്നത്. ട്രംപറ്റ് വൈനാണ് കേട്ടോ. അപ്പോൾ ട്രംപറ്റ് വൈൻ നന്നായിട്ട് പടർന്ന് കയറുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വിസ്തീർണത്തിൽ ആ ഒരു ട്രെല്ലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബാംബൂ സ്റ്റിക്സ് ആണ്. അപ്പോൾ ട്രെല്ലിയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിന് ഒരു കെയറും പിന്നീട് ഒരു അട്രാക്റ്റീവ് ലുക്കും. അപ്പോൾ നമുക്ക് പോട്ടിൽ എങ്ങനെ ട്രെല്ലീസ് ഉണ്ടാക്കി വെക്കാമെന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ബോക്സ് ഷേപ്ഡ് ട്രെല്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു റൂഫിങ്ങും കൂടെ കൊടുത്ത് താഴെ ഒരു സപ്പോർട്ടിങ് ഒരു വളയം പോലെ ഒന്ന് വെച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ 4 നീളമുള്ള ബാംബൂ ഷൂട്ട്സ് കണക്ക് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ഒരു സ്ക്വയറിന് ഇതുപോലെ റൂഫിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സാധാരണ പന്തലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ആ ഒരു വള്ളിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈലോൺ ത്രെഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ ആ തങ്കൂസ് നൂലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ കെട്ടൊന്നും കാണില്ല. അപ്പോൾ 4 കോർണേഴ്സ് തമ്മിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നീട് 2-3 കമ്പുകൾ ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്രോസിങ്ങും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് കുറച്ചുകൂടെ നീളമുള്ള ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് വളച്ചു വെച്ച് 4 കോർണറും കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൂടെ കയറി പിടിച്ച് മുകളിലെത്തുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ബോക്സിങ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ പ്ലാന്റിനെ ഒന്ന് കയറ്റി വിട്ട് കൊടുക്കാം. കണ്ടോ, റൂഫിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി അത് മുകളിൽ മൊത്തം പടർന്ന് കയറി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഏതെങ്കിലും ഒരു കോർണറിൽ ഇത് ഇരുന്നാൽ തന്നെ നമ്മൾ പെട്ടെന്ന് നോക്കും, അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടായിട്ട് മാറും അവസാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ ട്രെല്ലീസ് ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ ഇനി രണ്ടാമത്തേലേക്ക് പോവാം. ഇത് ലാഡർ ട്രെല്ലിയാണ്. ഇപ്പോൾ നമ്മൾ ഏണി പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 നീളമുള്ള ഒരേ ലെങ്തിലുള്ള 2 ബാംബൂ സ്റ്റിക്സ് എടുക്കുക. അതിന് ക്രോസ് ചെയ്ത് ഇതുപോലെ ചെറിയ ബാംബൂ സ്റ്റിക്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു ഏണിയായി. ഇനി നമുക്ക് ആ ഏണി ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ പോട്ടിലേക്കാണ്. അപ്പോൾ പോട്ട് അത്യാവശ്യം ചെറുതായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ ഏണി വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ആ ക്ലൈംബ് ചെയ്തും കയറും. അപ്പോൾ ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ വൈൻസ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഹാങ്ങിങ് ആയിട്ടും ഇതുപോലെ ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതേ 2 ട്രെല്ലീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഒന്നുകൂടെ ഒന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ട്രെല്ലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെ സീക്വൻസിനകത്ത്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന 4th ട്രെല്ലി. ഇതൊരു ഡോം ഷേപ്ഡ് കർവ്ഡ് ട്രെല്ലിയാണ്. അപ്പോൾ ആദ്യം 2 മുള എടുത്തിട്ട് 2 അറ്റം വെച്ച് കൊടുത്തു, കൂട്ടിക്കെട്ടി വെച്ച് കൊടുത്തു. പിന്നെ ഒരു മുള എടുത്ത് അതിനകത്തൂടെ ഒന്ന് വളച്ചു വെച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 മുള തമ്മിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് സിമിലാരിറ്റി കുറവുണ്ട്. കളർ സിമിലർ ആണെങ്കിലും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടിൽ 3 ട്രെല്ലീസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തറയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ട്രെല്ലീസ് ഉണ്ടാക്കാം കേട്ടോ. പോട്ടിലായതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ ട്രെല്ലി. തറയിൽ ആദ്യം ചെയ്ത് കാണിച്ചു തന്നില്ലേ, അത് ഫ്ലവറിങ് സ്റ്റേജ് വരെ എത്തിച്ച് കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതുപോലെ സക്സസ്ഫുള്ളാണ്. ട്രെല്ലീസ് ഒന്നും ഒടിഞ്ഞൊന്നും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട്. ഇനി ഈ മുള ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, സാധാരണ കമ്പുകളില്ലേ, പേരക്കമ്പുണ്ടല്ലോ, പേരക്കമ്പ് ചെത്തിയെടുത്താൽ മതി, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ഇനി ഒരുപാട് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.